ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എവരിവൺ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പുതിയ ആൾക്കാരാണെങ്കിൽ സ്വാഗതം. ഓൾറെഡി ഉള്ള നമ്മുടെ കുടുംബക്കാർക്ക് എന്താ പറയുക, മുത്തുമണിയെ ലവ് യു ഓൾ, അടിച്ചു കയറി പോവാ മക്കളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ അരുണാചൽ ബോംഡിലെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ അരുണാചൽ യാത്ര ഇന്ന് ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ ഡ്രൈവർ വന്നില്ല, പുള്ളി നമ്മൾ ഇത്രയും ദിവസത്തെ യാത്രയിൽ നമ്മൾ ഒരുപാട് എന്താ പറയാ അല്ലെ ആഗ്രഹിച്ച ഒരു ഇല്ല എല്ലാം ആഗ്രഹിച്ചതായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് അരുണാചൽ സൈഡിലേക്ക് നമ്മൾ പോകുന്നത് കുറേ കൂടി ഓഫ് ബി ഡെസ്റ്റിനേഷൻസ് ആണ് നമുക്ക് കൂടുതലായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. കാരണം പലരുടെ സ്വപ്നമായിട്ടുള്ള യാത്രകളാണിത്. നിങ്ങളൊക്കെ പ്രാർത്ഥനകളുണ്ടാവുക. കാരണം അവിടെ പുറത്ത് മഴയായിരുന്നു ഇന്നലേക്ക്. ഇന്നെങ്ങനെയാണെന്ന് അറിയില്ല, എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. ഞാൻ ഈ ബോംബെന്നൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ ഞാനും. സോ ഇപ്പം 5:50 സമയം. നമ്മളിപ്പോൾ നമ്മുടെ ഡേ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു കാര്യം കാണിച്ചു തരാം. സോ ഇതാ ഞങ്ങളിവിടുന്ന് വെള്ളം വരെ പാക്ക് ചെയ്താൽ പോകുന്നത്. കാരണം എത്ര 2, 4, 5 ലിറ്ററിൻ്റെ വെള്ളമാണ്. കാരണം ഇവിടെ 58 രൂപയ്ക്ക് ഞങ്ങൾക്ക് ഇത് കിട്ടി. നമ്മൾ വന്നിട്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ എനിക്ക് ഓർമ്മയില്ല, നമ്മൾ 60 രൂപയ്ക്കാണ് 2 ലിറ്റർ വെള്ളം മേഘാലയയിൽ മേടിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അരുണാചലാകുമ്പോൾ പ്രൈസ് കൂടാനേ ചാൻസസ് ഉള്ളൂ. പിന്നെ എത്ര വെള്ളം കുടിക്കുന്നതെന്ന് അറിയത്തില്ല. സോ എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. ഇന്നലെ അയാൾ നേരത്തെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ, ഇന്നലെ ലൈവിൽ വന്ന ആൾക്കാർക്ക് അറിയാം. കഴിഞ്ഞ ദിവസം ലൈവിൽ അയാൾ 9 മണിയായപ്പോൾ ഞാൻ അയാളെ പറഞ്ഞു വിട്ടു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇന്ന് അയാൾ എണീറ്റത് പോലും ഞാൻ അറിഞ്ഞില്ലല്ലോടാ. ഇന്ന് അയാൾ എണീറ്റ പോലും ഞാനില്ല. എനിക്ക് 5:30 മണി ഒരു 5:25 വരെ 20 വരെയുള്ള ഉറക്കം എനിക്ക് കിട്ടുന്നത്. ഇപ്പം സാഹചര്യത്തിൽ അറ്റ്ലീസ്റ്റ് 2:30, 3:30, 4:30, 5:30 ഒരു 4 മണിക്കൂറോളം ഉറക്കം കിട്ടിയിട്ടുണ്ട്. ദൈവത്തിന് നന്ദി. അപ്പോൾ എന്താ പറയുക, കൂടുതൽ കാഴ്ചകൾ കാണാൻ വേണ്ടി കൂടിക്കോളൂ. ബായ് ഉണ്ടല്ലോ. സ്വാഗതം. ഹായ് ഗൈസ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക യാത്ര തുടങ്ങിക്കഴിഞ്ഞു. റുബുൽ ഭായി ആണ് ഇനി അങ്ങോട്ടേക്ക് 16 ദിവസം നമ്മുടെ റുബുൽ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ആവട്ടെ. റുബുൽ ഭായി ആണ് അടുത്ത 16 ദിവസം നമ്മുടെ സാരഥി, നമ്മുടെ ഓൾ ഇൻ ഓൾ. മേ ബി അടുത്ത തവണ വരുമ്പോഴും പുള്ളി തന്നെ ആയിരിക്കും അരുണാചൽ സൈഡിൽ. കാരണം മേഘാലയ സൈഡിൽ വരുമ്പോൾ കിഷോർ ഭായി ആയിരിക്കും, അരുണാചൽ സൈഡ് വരുമ്പോൾ നമ്മുടെ റുബുൽ ഭായി ആയിരിക്കും പ്രോബബിളി. എനിക്കറിയില്ല. പക്ഷെ എന്തൊക്കെയായാലും കാര്യം എന്ന് വെച്ചാൽ പുള്ളി 6 മണിയെന്ന് പറഞ്ഞപ്പോൾ 5:59 കഴിഞ്ഞപ്പോൾ പുള്ളി ഇവിടെ എത്തിയായിരുന്നല്ലോടാ. പുള്ളി കൃത്യം. കാരണം അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സൈനാണ്. കാരണം നമ്മളൊരു ആ സമയം പറയുമ്പോൾ കൃത്യമായ സമയത്ത് ഒരു സ്ഥലത്ത് എത്തുക എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇനിയുള്ള യാത്രയിൽ എങ്ങനെയാണ് കാര്യങ്ങളെന്ന്. അപ്പോൾ എന്താ പറയുക, ഇനിയുള്ള നമ്മുടെ വീഡിയോയിൽ റുബുൽ ഭായി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഓൺ ദി അരുണാചലാണ്. പക്ഷേ നമുക്ക് മറ്റൊരു കാര്യം കാണാനാണ് വന്നിരിക്കുന്നത്. അതിപ്പോൾ നിങ്ങളെ കാട്ടിത്തരാം. എന്താ സംഭവം എന്ന് വെച്ചാൽ, സുബിൻ നമ്മുടെ മൈക്കിൾ ജാക്സന് ശേഷം ഏറ്റവും കൂടുതൽ പാട്ട് പാടിയത് പുള്ളി എന്നാണ് പറയുന്നത്. ആസാമിൻ്റെ ഒരു ഇമോഷനാണ് പുള്ളിക്കാരൻ. എന്താ പറയുക, അപ്പോൾ പുള്ളിയുടെ സമാധി സ്ഥലം കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് പുള്ളിക്കാരൻ വന്നിട്ട് ഈ ആസാമിൻ്റെ ഒരു ഇമോഷനാണ്. കാരണം ഏതൊരു ആസാമിയുടെയും ഏറ്റവും വലിയൊരു ഇമോഷൻ എന്ന് പറഞ്ഞാൽ പുള്ളിയാണ്. നമ്മുടെ ആലി എന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് തന്നെ പറ്റുമില്ല. കാരണം ഒത്തിരി നാളുകൊണ്ട് ഞങ്ങളിവിടെ വരണമെന്ന് ആഗ്രഹിച്ചതാണ് ഇവിടെ വന്ന സമയത്തൊക്കെയും. പക്ഷെ നമുക്ക് പറ്റിയില്ല. സുബിൻ്റെ സമാധി സ്ഥലമാണ്. സോ എന്താ പറയുക, അത് വേണ്ടായിരുന്നോ അത് കഴിച്ചാൽ. അപ്പോൾ ഞങ്ങളിതേ ഇവിടെ നിൽക്കുകയാണ് ഈ സുബിൻ്റെ സമാധി അവിടെ. ഈ സിംഗർ സുബിൻ്റെ സമാധി സ്ഥലത്ത് വല്ലാത്തൊരു എക്സ്പീരിയൻസും വല്ലാത്തൊരു ഇമോഷൻസും ആണിത്. കാരണം ഇത്രയും പാട്ടുകൾ പാടി പുള്ളിക്കാരൻ എന്തോരം പാട്ട് പാടിയെന്നറിയോ. ഇപ്പോഴും ഓരോ ആസാമിയുടെ ഉള്ളിലും അത് കിടന്ന് വിങ്ങൽ കൊള്ളുകയാണ്. ഞങ്ങളിവിടെ വന്ന ദിവസം മുതൽ ഓരോ ഡ്രൈവേഴ്സ് ഞങ്ങൾ മീറ്റ് ചെയ്ത ഓരോ ആളുകളും പറയുന്നത് ഈ ഒരു കാര്യമാണ്, ഈ ഒരു വ്യക്തിനെ കുറിച്ച്. അപ്പോൾ ഒരു വ്യക്തിന് ഇത്രയധികം ഈ നാട്ടിലെ ആളുകൾ ഓർക്കണമെങ്കിൽ ആ വ്യക്തി എന്തോരം ഈ നാടിന് വേണ്ടി ചെയ്തു ആണ്. ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു, എന്താ പറയുക, പുള്ളി പറയുന്നുണ്ടായിരുന്നു. കാരണം സുബിൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മുംബൈയിൽ ചെന്നാൽ ഒരിക്കലും രാജാവാകില്ല. പുള്ളി മുംബൈയിലല്ല, പുള്ളി ആസാം ബേസ്ഡ് ആയിരുന്നു പാട്ട് പാടി വരുന്നത്. മുംബൈയിൽ മൊത്തം ഹോളിവുഡ് സോങ്സ് ഫുള്ള്. കാര്യം വെച്ചാൽ പുള്ളി ഇവിടെ രാജാവായിരുന്നു. പുള്ളി പറയുന്ന ആൾക്കാർക്കാണ് ഈ ഇവിടുത്തെ ആസാമീസ് വോട്ട് ചെയ്തുകൊണ്ടാണ്. പുള്ളി അത്രയ്ക്ക് പാവപ്പെട്ട മനുഷ്യന്. പുള്ളിയെ കൊന്നതായിരുന്നു ഗൈസ്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു ആസാമികളുടെ ഒരു ഇമോഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടേ. നിങ്ങൾ കാരണം ഇത്രയും വലിയൊരു മഹാനായ മനുഷ്യൻ്റെ സമാധി സ്ഥലത്ത് നമുക്കിവിടെ വരാൻ പറ്റി, അത് തന്നെ വലിയ ഭാഗ്യം. ഇവിടെ ഓരോ ദിവസവും ഞങ്ങൾ വന്നിട്ട് അന്നത്തെ ആ ദിവസം തൊട്ട് എല്ലാവരും പറയുന്നത് എന്താ പറയുക, ഇവിടെ വരണമെന്നാണ്. നിങ്ങൾ ഈ അറേഞ്ച്മെൻ്റ് ഉണ്ട് ഇവിടെ ഭയങ്കര ക്രൗഡെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഏർലി മോർണിംഗ് 6:50 ആയിട്ടേ ഉള്ളൂ. പക്ഷേ ആൾക്കാർ ഇത്രയും ഇവിടെ വന്നുകൊണ്ടിരിക്കുക ഇവിടെയുള്ള ഓർമ്മകൾക്ക് വേണ്ടിയിട്ട്. നോക്കി
ഗൈസ് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഈ സുബിനെ പോലൊരു വലിയൊരു മഹാനായ മനുഷ്യൻ്റെ എന്താ പറയുക സമാജ സ്ഥലത്തൂടെ വരാൻ പറ്റി. ഈ ആസാം കൾച്ചറിനെ കുറിച്ച് ഈ ആൾക്കാരെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റി. നോക്കി പുള്ളിക്ക് എന്തൊക്കെ ആൾക്കാർ കൊടുത്തേക്കുന്നതെന്ന് കണ്ടോ. ഈ മനുഷ്യന് മരണമില്ല, സുബിനൊരിക്കലും മരണമില്ല. കാരണം പുള്ളി ഓരോ സുബിനൊരിക്കലും മരണമില്ല. പുള്ളിക്കാരൻ എന്നും ഓരോ ആസാമിയുടെ ഈ സംഗീതത്തെ സ്നേഹിക്കുന്ന ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ജീവിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. പുള്ളിക്ക് മരണമില്ല, ഉറപ്പാണ്. പുള്ളി മരിക്കത്തില്ല. കാരണം ഇത്രയും നാളായിട്ടും പുള്ളിയെ കൊന്ന ആൾക്കാരുടെ അതിന് വേണ്ടിയിട്ട് സമരങ്ങൾ നടക്കുന്നു, സ്ട്രൈക്ക് നടക്കുന്നു. നമ്മളൊക്കെ വെച്ചാൽ ആരും തിരിഞ്ഞു പോലും നോക്കത്തില്ല. 2 ദിവസം ചെയ്താണേന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ നോക്കുമായിരിക്കും. പക്ഷേ പുള്ളി പാടിയ പാട്ടുകളും പുള്ളിയുടെ നല്ല പ്രവൃത്തികളും ഗുഡ് ഡീഡ്സ് അതെന്നും റിഫ്ലക്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഓരോ ആൾക്കാരും പുള്ളിക്ക് വേണ്ടി ജീവിക്കും. ഗൈസ് സുബിയാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. പക്ഷേ പുള്ളി പാടിയ പാട്ടുകൾ ഒരിക്കലും മരിക്കത്തില്ല ഗൈസ്. സോ നിങ്ങൾ ആസാം വരുന്നെങ്കിൽ സോൻപൂരാണ്, ടൗണിന് ഒത്തിരി ദൂരമൊന്നുമില്ല, 15 കിലോമീറ്റർ സംതിങ്ങുള്ളൂ. ഉറപ്പായിട്ടും ഇവിടെ വരിക, അദ്ദേഹത്തിന് സമാധിസ്ഥലം കാണുക. അപ്പോൾ എന്താ പറയുക, സ്പീച്ച്ലെസ് ആണ് ആ ഒരു ഇമോഷൻ ഫീൽ ചെയ്യുന്നത്. 2 മിനിറ്റ് ഞങ്ങൾ മൗനം ആചരിച്ചിട്ട് ഞങ്ങളും പോവാം. അപ്പോൾ ഇവിടെ നിന്ന് ക്യാമറമാൻ വിഷ്ണുവിനോടൊപ്പം ബൈ ഗൈസ്.